നമ്മോട് ആവശ്യപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മോഡലായിട്ടുള്ള MCF വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കണം എന്ന പ്രധാനപ്പെട്ട കളക്ടറും മന്ത്രി തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിനാവശ്യമായ സ്ഥലം നമുക്ക് വിട്ടു തരണമെന്ന് ആവശ്യപ്പെടുകയും നമുക്ക് 70 സെന്റ് സ്ഥലം അതിനായി നമുക്ക് നടത്തിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ മുഴുവൻ വാർഡുകളിൽ നമ്മുടെ ഹരിതകർമ്മ സേന അംഗങ്ങൾ ഏറ്റവും പ്രശംസീയമായ രീതി നമ്മുടെ വീടാന്തരം കയറി നടന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ മറ്റു ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചുകൊണ്ട് 100% നമ്മുടെ കളക്ഷൻ വരുന്നതിനും അതോടൊപ്പം സർവീസ് പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജില്ലയിൽ നമ്മൾ ഇന്ന് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങൾ 1ാം സ്ഥാനത്താണ്. നമുക്ക് അഭിമാനത്തോട് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇന്നലെ ജില്ലയിലെ കണക്കെടുത്തപ്പോൾ നമ്മുടെ കഴിഞ്ഞ 4 വർഷവും നമുക്ക് കിട്ടിയ പൈസ 100% ചെലവഴിച്ച പഞ്ചായത്താണ്. 100% നികുതി പിരിച്ചിട്ടുള്ള പഞ്ചായത്താണ്. ഈ വർഷവും ഇന്നലെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ ഏറ്റവും മുന്തിയ സ്ഥാനത്തിൽ ഒന്നായി നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ നമ്മുടെ ചെലവിൽ എക്സ്പെൻഡിച്ചറിൽ 12 സ്ഥാനത്ത് നമ്മൾ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ചെലവായെങ്കിലും നമ്മുടെ കണക്കിലേക്ക് കയറി വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന്റെ കണക്കുകൾ ജില്ലയിൽ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ടാക്സ് പിരിവിൽ ഇന്നലെ നമ്മൾ കണക്കെടുക്കുമ്പോൾ ജില്ലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പഞ്ചായത്തായി ഇന്നലെ നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതൊരു ഭരണസമിതിയും ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒരുമിച്ച് കൈകോർക്കുമ്പോഴാണ്, അവരെ ചേർത്ത് നിൽക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്നത്. തീർച്ചയായും അങ്ങനെ ഈ ഗ്രാമപഞ്ചായത്ത് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നൂതനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നിലവിലുള്ള റോഡുകളിലെ മുഴുവൻ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും, പുതിയ റോഡുകളും പൂർത്തീകരിക്കുമെന്ന് പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബഡ്ജറ്റിലൂടെയും നമ്മൾ അതിനുള്ള ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് 4-5 മാസത്തിനുള്ളിൽ അതിനുള്ള എല്ലാ ക്രമീകരണം ചെയ്തുള്ള എല്ലാ നടപടിക്രമങ്ങളും ഇന്ന് പൂർത്തീകരിച്ചു. ഈ ബഡ്ജറ്റ് കാലാവധി, ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും പൂർത്തീകരിക്കുന്ന തരത്തിൽ അതിനാവശ്യമായ ഫണ്ടുകൾ വയ്ക്കുകയും അതിനുള്ള എല്ലാ ക്രമീകരണം ചെയ്തുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നിരന്തരം മോണിറ്ററിംഗ് നടത്തുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്ക് ഏർപ്പാട് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റ് നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയും PMA പദ്ധതി ഉൾപ്പെടുത്തി ഭൂരഹിതരായിട്ടുള്ള ആളുകളെ ഇന്നലെ വരെ കിട്ടിയിട്ടുള്ള മുഴുവൻ അപേക്ഷയും ഇന്ന് രാവിലെ ബിയുമായി സംസാരിക്കുമ്പോൾ ഒരാളുടെ പൈസ ഒഴിച്ച് മുഴുവൻ പേരുടെ പൈസ നമ്മൾ പുറത്തുവിടും. ഭൂരഹിതരായിട്ടുള്ള ഈ പഞ്ചായത്തിലെ മുഴുവൻ പേർക്കും പൈസ കൊടുക്കുന്ന തരത്തിൽ ഇന്ന് വരെ നമുക്ക് അപേക്ഷ ലഭിച്ചിട്ടുള്ള മുഴുവൻ പേർക്കും, ഒരാളൊഴിച്ച് മുഴുവൻ പേർക്കും അപേക്ഷ കൊടുത്ത് അതിന്റെ ബില്ല് മാറിയതിനു ശേഷമാണ് നിൽക്കുന്നത്. അപ്പോൾ ഭൂരഹിതരായിട്ടുള്ള മുഴുവൻ പേർക്കും